Hi friends, welcome back to another video. അപ്പോൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ അത്ര സിമ്പിൾ അല്ല. ഞാനിപ്പോൾ വാട്ട് ടു ഇൻവെസ്റ്റ് എന്ന് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നിരുന്നു. ഇനി വെൻ ടു ഇൻവെസ്റ്റ് എന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് അതിനെപ്പറ്റി സെർച്ച് ചെയ്യും. സോ എൻ്റെ വീഡിയോയുടെ ടോപ്പിക് തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം, അതായത് ബെസ്റ്റ് മെത്തേഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് എക്കണോമിക് ടൈംസിൻ്റെ ഒരു വെബ്സൈറ്റാണ്, അതായത് ടോപ്പ് 10 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അതായത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ അതൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് ടോപ്പിക്കാണ്. ഇനി സെക്കൻഡ് ലിങ്ക് ഇൻവെസ്റ്റോപീഡിയയിലാണ്. സോ ഹൗ ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്, എ ബിഗിനേഴ്സ് ഗൈഡ്. സോ അവിടെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റർ ആർ യു, ഓൺലൈൻ ബ്രോക്കേഴ്സ്, പിന്നെ റോബോ അഡ്വൈസേഴ്സ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കോറയിലും കൂടെ നോക്കാം ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഇവർ പറയുന്നതെന്ന്. പിന്നെ ഇവിടെ പേഷ്യൻസ്, റിസ്ക് ടേക്കിംഗ്, പിന്നെ സെൻറ്റിമെൻറ്റ്, അസസ്മെൻറ്റ്. പിന്നെ ഏറ്റവും താഴെ 18ാമത്തെ പോയിന്റിൽ കൊടുത്തേക്കുന്നത് സ്റ്റഡി, അനലൈസ്, ഇൻവെസ്റ്റ്, ലേൺ, ലൂസ്, ഏൺ ആൻഡ് എൻജോയ് മാർക്കറ്റ്സ്. ആ ലാസ്റ്റ് പറഞ്ഞ ബെസ്റ്റ് ഓഫ് ലക്ക് ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു നോർമൽ ഇൻവെസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, ഓരോ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എഫക്റ്റീവ് മെത്തേഡ് അതല്ല. സോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ട്രേഡ് ചെയ്തത് 2015ലാണ്. ഏത് മാസമാണെന്ന് ഓർമ്മയില്ല. സോ ഈ പറഞ്ഞ എല്ലാ മെത്തേഡും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലോസ് വരില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 3 സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇത്രയും ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോക്സും ട്രേഡ് ചെയ്യുന്നത് വളരെ പ്രീമിയത്തിലാണ്. സോ ഇങ്ങനെ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ ഒരു ട്രഡീഷണൽ അപ്രോച്ച്, അതായത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും മാർക്കറ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഹ്യൂജ് ലോസസ് വരും. അപ്പോൾ വൺ ടൈം പേയ്മെന്റ് എന്നുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഒരു സ്റ്റോക്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. നമ്മൾ EMI ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റോക്സിലേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് മെത്തേഡാണിത്. നമുക്ക് ലോസസ് വരുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ബട്ട് അതിന് മുന്നേ നമുക്ക് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഒന്ന് നോക്കാം. സോ ഈ കാണുന്നത് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ആണ്. ഈ അറ്റത്ത് കാണുന്നത് നവംബർ 2019 മുതൽ സെപ്റ്റംബർ 2020 വരെയുള്ള ചാർട്ടാണ്. നവംബർ ടു ഡിസംബർ ആ റേഞ്ച് അറൗണ്ട് 1500 പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്നപ്പോൾ 2020 കൊറോണയുടെ ക്രാഷ് വന്നപ്പോൾ അറൗണ്ട് മാർച്ചിലൊക്കെ റിലയൻസ് ബോട്ടം ഔട്ട് ചെയ്ത് അറൗണ്ട് 800 റുപ്പീസിനാണ് ബോട്ടം ഔട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു റിലയൻസിൻ്റെ ഒരു ന്യൂസ് വന്നിരുന്നു, അതായത് സീറോ ഡെറ്റ് കമ്പനി ആകാൻ പോവുകയാണ്, അത് ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നടക്കും എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലായിരുന്നു റിലയൻസ് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നോർമൽ ഒരു ഇൻവെസ്റ്ററിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോമോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വരും. ഫോമോയുടെ ഫുൾ ഫോം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കിട്ടേണ്ട പ്രോഫിറ്റൊക്കെ അവർക്ക് മിസ്സായി പോകുമെന്നുള്ളൊരു പേടി കാരണം ഇൻവെസ്റ്റർ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സെറ്റപ്പിൽ അവർ അറൗണ്ട് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. സപ്പോസ് ഈ ഒരു റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2350 മേലെ പോകുമെന്നാണ് നമ്മൾ വിചാരിക്കാൻ പോകുന്നത്. ബട്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഞാൻ ചാർട്ടൊന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാനാണ്. അപ്പോൾ സെപ്റ്റംബർ 2020 മുതൽ ഇപ്പോൾ ജൂൺ 2021 വരെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2350 എന്ന് പറഞ്ഞൊരു റേഞ്ച് പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്കായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു 10 മാസമോളം റിലയൻസിൻ്റെ ഷെയർ പ്രൈസ് സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ ഈ 2350 റുപ്പീസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇപ്പോഴും ലോസിലാണ്. അപ്പോൾ ഞാൻ എന്താ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫുൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഒരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ സൈസ് അനുസരിച്ച് 5 അല്ലെങ്കിൽ 10 ടൈംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പാർട്ടായിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പ്രൈസ് കുറയുമ്പോൾ അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള കോസ്റ്റ് ആവറേജിങ് നമുക്ക് കിട്ടും. പ്രൈസ് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാം, പ്രൈസ് മുകളിൽ പോകുമ്പോഴത്തേക്കും കുറവ് യൂണിറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് പറയുന്നത് കോസ്റ്റ് ആവറേജിങ് മെത്തേഡ്.
സോ നമ്മൾ കോസ്റ്റ് ആവറേജിങ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം റിസ്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 1 lakh ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 10,000 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഓരോ പീരീഡ് ഒരു മാസം കൂടുമ്പോഴത്തേക്കും അടുത്ത 10,000 ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു 10 മാസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കോസ്റ്റ് ആവറേജിങ് കിട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ടോട്ടൽ 1 lakh ഉണ്ടെങ്കിൽ നമ്മൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി 90,000 ഐഡലായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ 90,000 എന്താ ചെയ്യേണ്ടത് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ കണ്ട 2,350 റുപ്പീസിൻ്റെ പ്രൈസ് ഇതുവരെ മാർക്കറ്റിൽ പിന്നെ വന്നിട്ടില്ല. എന്നാൽ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, അതായത് ഓഗസ്റ്റ് 31 നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എൻഡ് ചെയ്ത് അറൗണ്ട് 2,257 അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു റീക്യാപ്പ് തരുവാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ഇൻ്റർവെൽസിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക. അതായത് പെർ മന്ത് ബേസിസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെർ വീക്ക് ബേസിസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്. പിന്നെ കുറച്ചും കൂടെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡ്സ് എടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ എൻ്റെ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. എന്നെ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. See you next time. Goodbye.